നമസ്കാരം. കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? വിലക്കയറ്റമോ തൊഴിലില്ലായ്മയോ ഒന്നുമല്ല. LDF സർക്കാരിന് PR ഏജൻസി ഉണ്ടോ എന്നതാണ്. എന്നാൽ ഇതിന് അന്താരാഷ്ട്ര നിലവാരമുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുവ നേതാവ് ചിന്തേച്ചി. ചിന്തേച്ചിയുടെ വാക്കുകൾ കേട്ട് PR ഏജൻസികൾ ഇപ്പോൾ ഷട്ടറിട്ട് പൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിന്തേച്ചി പറയുന്നത് ഇങ്ങനെയാണ്: PR എന്നത് പരസ്യ കമ്പനികളല്ല, മറിച്ച് 5 ലക്ഷം വീടുകളാണ്. അതേ സുഹൃത്തുക്കളെ, ലൈഫ് മിഷൻ വഴി കിട്ടിയ ആ വീട്ടിൽ താമസിക്കുന്നവർ ജനലിലൂടെയും വാതിലിലൂടെയും സർക്കാർ കൊള്ളാമെന്ന് വിളിച്ചു പറയും. വീടിന്റെ ഓരോ കട്ടയും സിമന്റും സർക്കാരിന് വേണ്ടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടും. വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ പോലും LDF വരും, എല്ലാം ശരിയാകുമെന്ന് താളാത്മകമായി പാടിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം കേരളത്തിലാണെന്നും ചിന്തേച്ചി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലും ജർമ്മനിയിലും ഉള്ളവർ പനിയും വിട്ടുമാറാത്ത തലവേദന മാറ്റുവാൻ ഇപ്പോൾ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുകയെന്നാണ് പുതിയ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ യഥാർത്ഥ ധൈര്യമെന്നും അദ്ദേഹം നടന്നു വരുമ്പോൾ തന്നെ രോഗങ്ങൾ പേടിച്ചോടി പോകുമെന്നുമാണ് അവർ അടിവരയിടുന്നത്. ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന ആ ചോദ്യം, പ്രണയമുണ്ടോ? ചിന്തിച്ചിട്ട് മറുപടി ഇങ്ങനെയായിരുന്നു: പ്രണയം എപ്പോഴുമുണ്ട്. വ്യക്തികളോടല്ല, അത് പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രണയമാണോ അതോ വരികളിലെ സാഹിത്യത്തോടുള്ള പ്രണയമാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഈ ഒരു പ്രണയം ഒരു ബഡ്ജറ്റ് പോലെയാണ്. ധാരാളം പ്രതീക്ഷകളുണ്ട്. പക്ഷെ ചിലപ്പോൾ ഹൃദയത്തിന് മേൽ ചെറിയൊരു സെസ് കൂടി ഏർപ്പെടുത്തേണ്ടി വരും. ട്രോളുകളെ ആസ്വദിക്കുന്ന ചിന്ത കായംകുളം MLA കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. അതൊരു സ്ത്രീ വിരുദ്ധതയാണെന്നും അവർ തുറന്നടിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചാനൽ ചർച്ചകളെയും ട്രോളന്മാരെയും ഒരേപോലെ പ്രണയിക്കുന്ന ചിന്ത ചേച്ചിയുടെ രാഷ്ട്രീയ ചിന്തകൾ ഇനിയുമൊക്കെ തുടരും. LDF സർക്കാരിന്റെ PR ജനങ്ങളാണെന്നാണ് ചിന്താ ജെറോം പറയുന്നത്. 5 ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് കയറി കിടക്കുവാൻ വീട് കൊടുത്ത സർക്കാരാണ് LDF. ആ വീട്ടിൽ താമസിക്കുന്ന ജനങ്ങൾ ഉറപ്പായും അത് പുറം ലോകത്തോട് പറയും. അതാണ് സർക്കാരിന്റെ PR എന്നും ചിന്ത പറയുന്നു. ഒരു മാധ്യമത്തോടായിരുന്നു ചിന്ത തെരഞ്ഞെടുപ്പ് ചിന്തകളൊക്കെ പങ്കുവച്ചത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം നുണകളാണെന്ന് ചിന്ത പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ധൈര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം കേരളത്തിലാണെന്നാണ് ചിന്ത പറയുന്നത്. ഇതിനിടയിലാണ് പ്രണയത്തെക്കുറിച്ചുമൊക്കെ ചിന്ത സംസാരിച്ചത്. പ്രണയം എപ്പോഴും ഉണ്ട് എന്നാണ് ജെൻസി ചോദ്യങ്ങളോടുള്ള ചിന്തയുടെ മറുപടി. ട്രോളുകളേക്ക് ആസ്വദിക്കാറുണ്ട്. കായംകുളം MLA കുറിച്ചുള്ള പരാമർശം സ്ത്രീ വിരുദ്ധതയുടെ അടയാളമാണെന്നാണ് ചിന്താ ജെറോം പ്രതികരിക്കുന്നത്. ചുരുക്കത്തിൽ PR എന്നാൽ പരസ്യമല്ലെന്നും അത് സിമന്റ് കട്ടകളാണെന്നും വാതിലുകളുടെയും ശബ്ദങ്ങളാണെന്നും ചിന്തയിച്ച് ലോകത്തെ പഠിപ്പിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ നുണബോംബുകൾ ഈ ഒരു സിമന്റ് മതിലുകളിൽ തട്ടി തകരുമെന്നാണ് അവരുടെ പക്ഷം. ലോകാരോഗ്യ സംഘടന പോലും കേരളത്തിലെ ഹെൽത്ത് സെന്ററുകളെ നോക്കി അത്ഭുതപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓരോ ചുവടുവെപ്പും കേരളത്തിന് വജ്ര കവചമാകുമെന്നും അവർ ആവർത്തിക്കുന്നു. ട്രോളുകളെ സാഹിത്യപരമായി നേരിടുവാനും പ്രണയത്തെ ഒരു ബജറ്റ് പോലെ കൈകാര്യം ചെയ്യുവാനും ചിന്ത ചേച്ചിക്ക് മാത്രമേ സാധിക്കൂ. പ്രണയത്തിലാണെങ്കിലും വിപ്ലവത്തിലാണെങ്കിലും ചിന്തകൾക്കൊരു കുറവുമില്ലെന്ന് സാരം.